മുഹമ്മദ് താഹിർ ഹുസൈൻ ഈ പേര് നാം പലതവണ കേട്ടതാണ്. അത് പക്ഷേ നല്ല വാർത്തയല്ല, കലാപവുമായി ബന്ധപ്പെട്ടാണ്. ഡൽഹിയിലെ കലാപത്തിൽ അന്ന് 50-ലധികം പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദിയാണ്. അദ്ദേഹത്തെ ഡൽഹിയിലെ ജനങ്ങൾ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. ആ പരാജയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഈ മുഹമ്മദ് താഹിർ ഹുസൈൻ എന്ന പേര് ഡൽഹി, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ജനങ്ങൾ, മുസ്തഫാബാദിലെ ജനങ്ങൾ പെട്ടെന്നൊന്നും മറക്കില്ല. കാരണം രാജ്യം കണ്ട ഒരു വലിയ കലാപത്തിന് നേതൃത്വം കൊടുത്തയാളാണ്. സൂത്രധാരകനാണ്, ആസൂത്രകനാണ്. 53 പേരാണ് ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ട്. ആ കലാപം പോലീസ് അടിച്ചമർത്തിയെങ്കിലും ഈ താഹിർ ഹുസൈൻ, മുഹമ്മദ് താഹിർ ഹുസൈൻ അറസ്റ്റിലായി. ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങളുണ്ട്. ഈ താഹിർ ഹുസൈൻ ഇക്കുറി ഓൾ ഇന്ത്യ അന്ന് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് അദ്ദേഹം AAPയുടെ പ്രദേശത്തെ പ്രാദേശിക കൗൺസിലറായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. ഒരു ജനപ്രതിനിധി എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണേണ്ട ആള് ഒരു കലാപത്തിൻ്റെ ആസൂത്രകനായി മാറി എന്നുള്ള ദാരുണമായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. അതിന്റെ എല്ലാം ഭാഗമായാണ് ഈ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചു. മൗനം പാലിക്കുന്ന ഒരു അവസ്ഥ. അതെ, അന്ന് ആം ആദ്മി പാർട്ടി ഈ കലാപത്തിൽ ഒരക്ഷരം മിണ്ടാതെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ, മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവസാനം ഈ മുഹമ്മദ് താഹിർ ഹുസൈൻ അറസ്റ്റിലായതോടുകൂടി അയാൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഒരു ക്രൂരമായൊരു കൊലപാതക കേസിൽ ഉൾപ്പെടെ അയാൾ പ്രതിയായി, കലാപക്കേസിലും അയാൾ പ്രതിയായി. അയാൾക്ക് ജാമ്യം കിട്ടാതെ അയാൾ ജയിലിനകത്തായി. അവസാനം നിവർത്തികെട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഈ താഹിർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ നേരെ പോയി AIMM എന്ന് പറയുന്ന നമ്മുടെ അസാസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയിൽ ചേരുകയും അങ്ങനെ ചേർന്നുകൊണ്ട് ഇലക്ഷനിൽ മുസ്തഫാബാദിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു. ഇയാൾ സുപ്രീം കോടതിയിൽ പോയി വലിയ വാദങ്ങൾക്ക് ശേഷം ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ജാമ്യം നേടി പുറത്തു വരികയായിരുന്നു. പുറത്തു വന്ന ഇയാൾ പ്രചാരണത്തിലുടനീളം തൻ്റെ മതഗ്രന്ഥമായ ഖുറാൻ തൊട്ട് സത്യം ചെയ്യിച്ചാണ് ആൾക്കാരിൽ നിന്ന് വോട്ടുറപ്പാക്കിയത്. പക്ഷേ അയാൾക്ക് 33,474 വോട്ടുകളെ അവിടെ നേടാൻ സാധിച്ചുള്ളൂ. BJP അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. എന്തായാലും സത്യം ഇട്ടവർ പോലും വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്തു. ജനം വികസനത്തിനും സമാധാനത്തിനും വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ താഹിർ ഹുസൈനിലേക്ക് തിരിച്ചു വരാം. താഹിർ ഹുസൈൻ കലാപം ആസൂത്രണം ചെയ്യുക മാത്രമല്ല ചെയ്തത്, അതിക്രൂരമായ ഒരു കൊലപാതകം പോലും നടത്തി എന്നുള്ളതാണ്. ഒരു IB ഓഫീസറായ അങ്കിത് ശർമ്മയുടെ കൊലപാതകം നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. അവിടെ അന്ന് നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രക്ഷോഭങ്ങളെല്ലാം അവിടെ തുടങ്ങിയത്. പ്രക്ഷോഭം ആർക്കും നടത്താം, പ്രതിഷേധിക്കാം, സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിനെ ഒരു ആസൂത്രിത കലാപത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ ഹുസൈൻ ചെയ്തത്. അയാളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് കല്ലേറുണ്ടായി. ഈ പ്രക്ഷോഭകാരികൾക്കുൾപ്പെടെയുള്ളവർക്ക്, ഒരു വശത്ത് പ്രക്ഷോഭകാരികളും മറുവശത്ത് അതിനെ എതിർക്കുന്ന പോലീസും കുറച്ച് ജനങ്ങളും ഉണ്ടായിരുന്നു. ഇവരുടെ നേർക്ക്, പോലീസിൻ്റെ നേർക്കുൾപ്പെടെ ഭീകരമായ തോതിൽ കല്ലേറുണ്ടായി. ഈ കല്ലേറിനെ തുടർന്നാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എന്ന് മാത്രമല്ല, അന്ന് അന്വേഷണത്തിൽ കണ്ടിരുന്നു, ഇത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അവിടെ കല്ലെല്ലാം ശേഖരിച്ച് മറ്റായുധങ്ങൾ ശേഖരിച്ച് വെച്ച് ഇയാളുടെ വീട്ടിൻ്റെ ടെറസിൽ നിന്നാണ് പെട്രോൾ ബോംബ് അടക്കമുള്ള സാധനങ്ങൾ കണ്ടെടുത്തത്. എന്ന് മാത്രമല്ല, അന്ന് ഈ അങ്കിത് ശർമ്മ എന്ന IB ഓഫീസർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങവേ കാണാതായി. പിന്നെ ഇയാൾ തിരിച്ചു വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പരാതി കൊടുത്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആളിൻ്റെ മൃതദേഹം, അങ്കിത് ശർമ്മയുടെ മൃതദേഹം ഒരു ഓടയിൽ നിന്ന് ലഭിക്കുന്നത്. 2 കണ്ണും ചൂഴ്ന്നെടുക്കപ്പെട്ട നിലയിൽ, വൃഷ്ണമടക്കം ലിംഗം ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു ആ മൃതദേഹം. മാരകമായ 51 മുറിവുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു. പിന്നീട് അന്വേഷണം പുരോഗമിച്ചപ്പോഴാണ് ഈ അങ്കിത് ശർമ്മയെ ഈ താഹിർ ഹുസൈൻ്റെ വീട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് കണ്ടു എന്നൊരു ദൃക്സാക്ഷി പറയുന്നത്. അങ്ങനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ അങ്കിത് ശർമ്മ താഹിർ ഹുസൈൻ്റെ വീടിനുള്ളിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നും ഇവർക്കടക്കം, ഈ താഹിർ ഹുസൈൻ അടക്കം മറ്റ് 4-5 പേര് അതിൽ പ്രതികളാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു ഷോയിബ് ആലം, ഗുൽഫാം, പിന്നെ ഒരു ജാവേദ്, പിന്നെ ഒരു നസീം, ഇങ്ങനെ 4 പേര് അറസ്റ്റിലായി. ഈ 4 പേരിൽ ആദ്യത്തെ 3 പേർക്ക് കുറേ കാലത്തിന് ശേഷം ജാമ്യം കിട്ടി. പക്ഷേ നസീം ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിലാണ്. അതുപോലെ മുംതാജിം എന്നറിയപ്പെടുന്ന മൂസ, അയാളുടെ
പിടിച്ചു കൊടുക്കുന്നവർക്ക് 50,000 രൂപയുടെ ഇനാം ഡൽഹി പോലീസ് പ്രഖ്യാപിച്ചിരുന്നു. ഇയാൾ തെലങ്കാനയിൽ നിന്ന് പിന്നീട് പിടിയിലായി. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരൊക്കെ അറസ്റ്റിലായത്. അതിൽ ഈ താഹിർ ഹുസൈന് പിന്നീട് ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതുവരെ ജാമ്യം കൊടുത്തിരുന്നില്ല, ജാമ്യം കിട്ടിയത്. ഇയാൾ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്തിറങ്ങിയത്. അതിനു മുമ്പ് ഇയാൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഏതാണ്ട് 200ഓളം പേർ ആ കലാപത്തിൽ മാരകമായി പരിക്കേറ്റിരുന്നു. ഇത് ഇൻ്റലിജൻസ് ബ്യൂറോ അടക്കം വളരെ നേരത്തെ തന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഇതിൻ്റെ വിശദാംശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് ആ സമയത്ത് ഡൽഹി പോലീസിന് വേണ്ട വിധത്തിൽ അവർ വലിയ അത് പെട്ടെന്നുണ്ടായ ഒരു അതെ അവർ പെട്ടെന്ന് ഈ ആസൂത്രണം ചെയ്തവർ കുറച്ച് നാൾ സമയമെടുത്ത് തന്നെ ഈ ആയുധങ്ങളും കല്ലും എല്ലാം അവിടെ ശേഖരിച്ച് ആക്രമിക്കുന്നു. പക്ഷെ പോലീസിന് അത് പെട്ടെന്നുള്ള ഒരു സംഭവമായിരുന്നു. പോലീസിന് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും പോലീസിന് പെട്ടെന്ന് കലാപം തടയാൻ സാധിച്ചില്ല. പക്ഷേ കലാപമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് അടിച്ചമർത്തുകയും പ്രധാന കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തു പോലീസ്. എന്തായാലും ഈ ഡൽഹിയിലെ ജനങ്ങൾ, കാരണം അതൊരു വലിയ കലാപമായി പടരുമായിരുന്നു, ഇന്ത്യ മുഴുവനും പടരുമായിരുന്നു. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിനെ അടിച്ചമർത്തുകയോ അല്ലാതെ തന്നെ അടിച്ചമർത്തുകയല്ല, കാരണം അജിത് ദോവൽ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി ചേരികളിലെത്തി അവരെ ജനങ്ങളെ സമാധാനപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാം കണ്ടിരുന്നു, പുറത്തു വന്നിരുന്നു. ജനങ്ങളോട് ചേരിയിലെത്തി. അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവാണല്ലോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അദ്ദേഹമായിരുന്നു ചേരിയിലെത്തി ഈ സാധാരണക്കാരെ മതം നോക്കിയില്ല, മുസ്ലിമിനെയും ഹിന്ദുക്കളോടും നേരിട്ട് തന്നെ സംസാരിക്കുകയാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഈ നാട് വിട്ടുപോയവരുണ്ടല്ലോ, ഈ ഭയപ്പെട്ട് പലായനം ചെയ്ത് അവരുടെ അടുത്ത് നിങ്ങൾ തിരിച്ചു വരും, നിങ്ങൾക്ക് ഇവിടെ കൃത്യമായി സുരക്ഷ ഒരുക്കിയിട്ടുള്ളതായി ഇദ്ദേഹം നേരിട്ട് ഇറങ്ങി പറഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു അത് പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന സാഹചര്യം. തീർച്ചയായിട്ടും കാശ്മീരിൽ നമ്മളത് കണ്ടതാണ്, അജിത് ഡോവലിൻ്റെ മിടുക്ക്. അവിടെ ഈ വിവാദമായ വകുപ്പ്, കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം ഡോവൽ അവിടെ നേരിട്ട് സന്ദർശനം നടത്തുകയും ജനങ്ങൾക്ക് വേണ്ട ഉറപ്പ് കൊടുക്കുകയും നിങ്ങൾക്ക് ഈ രാജ്യത്ത് വികസനം, കാശ്മീരിൻ്റെ വികസനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്, അത് നിങ്ങൾക്ക് താമസിയാതെ ബോധ്യപ്പെടും എന്നവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല അവിടെ അതെ നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ് അദ്ദേഹം, നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ളയാളാണ്. എന്ന് മാത്രമല്ല ജനങ്ങളുമായി നമ്മുടെ ഇപ്പോൾ പല രാജ്യങ്ങളും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേതാക്കളും ജനങ്ങളും തമ്മിലുള്ള ഒരു ആശയവിനിമയം കുറവാണ്. ചിലപ്പോൾ അതിപ്പോൾ പറഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ അത് ഇദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്, മീഡിയയിലെ പരിശോധിക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി കഴിയാൻ സാധിക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം കാശ്മീരിൽ ഭീകരാക്രമണം മൂലം സർവസ്വവും ഉപേക്ഷിച്ച് അവിടം വിട്ട് ഓടിയ കാശ്മീരി പണ്ഡിറ്റുകളോട് അദ്ദേഹം പറഞ്ഞു, തിരിച്ചു വരൂ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, നിങ്ങൾക്ക് വേണ്ട സുരക്ഷ കേന്ദ്ര സർക്കാർ നൽകും, ഇനി ഒരു ആപത്ത് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമവും അദ്ദേഹം അന്ന് തന്നെ ആരംഭിച്ചു. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും ഈ വടക്ക് കിഴക്കൻ ഡൽഹിയിലും നമുക്ക് കാണാൻ സാധിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് അജിത് ഡോവൽ വളരെ പെട്ടെന്ന് തന്നെ അവിടെ വരികയും ജനങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും നിങ്ങളുടെ ആരുടെയും പൗരത്വം നഷ്ടമാകില്ല, നിങ്ങളെല്ലാവരും ഭാരതീയ പൗരന്മാർ തന്നെയായിരിക്കും, എല്ലാ ഭാരതീയ പൗരന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും നിങ്ങൾക്കും ലഭിക്കും, അതിലൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് അവരെ സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നയാളാണ്. പക്ഷേ ആ ഒരു കലാപം വേണ്ട വിധത്തിൽ ആളി കത്തിച്ച് മുതലെടുക്കാൻ ശ്രമിച്ച ഈ താഹിർ ഹുസൈനെ പോലെയുള്ളവർ ഇന്ന് ഇരുമ്പഴിക്കുള്ളിലായി. താൽക്കാലികമായി ജാമ്യം കിട്ടി പുറത്തു വന്നെങ്കിലും ആ കേസിൻ്റെ വിചാരണ നടക്കുകയാണ്, ഏതാണ്ട് അന്ത്യത്തോടടുക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തീർച്ചയായിട്ടും അവർക്ക് കുറ്റവാളികൾ. എന്തായാലും വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ വീണ്ടും അവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും അപ്പോൾ ഒതുങ്ങുക അല്ലെങ്കിൽ ഒതുക്കും സർക്കാർ. തീർച്ചയായിട്ടും അവർക്ക് മറ്റൊരു മാർഗമില്ല, നിയമത്തിൻ്റെ വഴി പോയി ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കും പറയാനുള്ളത് അതാണ്, മാതൃകാപരമായി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ, നിരപരാധികൾ രക്ഷപ്പെടട്ടെ.